പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ ചിരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 42 സങ്കീർത്തനക്കാരൻ പാടുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. പല കാര്യങ്ങളിലും വളരെ ധൈര്യത്തോടുകൂടെ നിൽക്കുന്ന മനുഷ്യരും ചില സന്ദർഭങ്ങളിൽ പതറിപ്പോകാറുണ്ട്. ജീവിതത്തിൽ ഭയവും നിരാശയും ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും ഓരോ വിധത്തിലാണ് അതിനോട് പ്രതികരിക്കുന്നത്. ലോക മനുഷ്യർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്തു ചെയ്യുമെന്ന് തീർത്ത് പറയുവാൻ കഴിയുകയില്ല. അവർ എന്തും ചെയ്യും. എന്നാൽ ഒരു ദൈവഭക്തൻ ഉപവാസത്തോടും കരച്ചിലോടും കൂടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ആശ്വാസം പ്രാപിക്കുകയും ചെയ്യും. ആമേൻ. നമ്മുടെ ചിന്താവാക്യത്തിൽ എന്തു കാരണത്തിലാണ് ഭക്തൻ മനസ്സ് വേദനിച്ചെന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ആട്ടിൻ പറ്റങ്ങളുമായി കടന്നു പോകുമ്പോൾ അവയെ ചിതറിക്കുവാനും തിന്നുകളയുവാനുമായി കടന്നു വരുന്ന സിംഹങ്ങളുടെ ഗർജനവും പുള്ളിപ്പുലിയുടെ അലർച്ചയുമായിരിക്കാം തന്നെ ഭയപ്പെടുത്തിയത്. ആടുകളുടെയും തങ്ങളുടെയും ജീവന് ഭീഷണിയായിരിക്കുന്ന ഈ ദുഷ്ടജന്തുക്കളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന അനുഭവത്തെക്കുറിച്ചായിരിക്കാം ഭക്തൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നത് നമുക്ക് ധൈര്യവും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ശക്തിയും തരും. ആമേൻ എന്നുള്ളതിന് സംശയമില്ല. ദാവീദിന് വേണ്ടി ദൈവം ചെയ്തത് ഭക്തൻ ഓർത്തിരിക്കാം. ചിലപ്പോൾ ദാവീദ് ശൗലിനോട് പറയുന്നത്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്നു കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ചു. അതിൻ്റെ വായിൽ നിന്നും ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ചു അടിച്ചു കൊന്നു. പ്രിയ ദൈവഭേദിലെ, ഇന്ന് മലർന്ന സിംഹം പോലെ സാത്താൻ വരുമ്പോൾ നാം എങ്ങനെ ആയിരിക്കണമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. നിർമ്മതരായിരിക്കും. ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. നാം ഓടിപ്പോകുവാനല്ല, പ്രസ്തുത ദൈവകൃപ പ്രാപിച്ച് അവനോട് എതിർക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. അതുപോലെ നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം നിവൃത്തിയാകുവാൻ അടുത്തിരിക്കുന്നു എന്ന് തോന്നുന്ന സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത നേരത്ത് ഉണ്ടാകുന്ന ആപത്തോ രോഗമോ തലമുറകളുടെ തലതിരിഞ്ഞ ജീവിതമോ ജോലി നഷ്ടമോ പ്രകൃതി ദുരന്തമോ മറ്റു അനർത്ഥങ്ങളോ വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ഓർക്കുന്നതും ദൈവത്തിൽ ആശ്രയിച്ച് വിളിച്ചപേക്ഷിക്കുന്നതും നന്നായിരിക്കും. ആമേൻ. പ്രിയ ദൈവവേദലേ, ഈ പ്രഭാതം യോർദാൻ എന്ന പ്രതികൂലത്തെ പോലെ ഇന്ന് പകൽക്കാലം ജീവിത പ്രതിസന്ധികൾ നോക്കി ഭയപ്പെടുന്നുവോ എങ്കിൽ ഇന്ന് പകലിൽ വചനം ഇങ്ങനെ പറയുന്നു, എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിധയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ നന്മകളെ നശിപ്പിക്കുവാൻ വരുന്ന വിപത്തുകളെ കണ്ട് നാം തളർന്നു പോകാതെ നമ്മെ വിടുവിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. അവൻ നമ്മെ വിടുവിക്കും, അവൻ നമ്മെ സഹായിക്കും, അവൻ നമ്മെ മാനിക്കും, അവൻ നമ്മെ ഉയർത്തും. ആമേൻ. അതേ ദൈവവേദിലെ, വിഷാദിച്ചിരിക്കാതെ, ഭയപ്പെടാതെ, മനസ്സ് തകർന്നു പോകാതെ, ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്ന പലതിനെ ചൊല്ലി കർത്താവേ വ്യാകുലപ്പെടുന്നവരുണ്ട്, ഭയപ്പെടുന്നവരുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്, വിഷാദിച്ച് ഞരങ്ങുന്നവരുണ്ട്. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലത്തിൽ ഭക്തന്മാരെ വിടുവിച്ച, ദാവീദിനെ വിടുവിച്ച, യോസഫിനെ വിടുവിച്ച, അനവധി ഭക്തന്മാരെ വിടുവിച്ച ആ ദൈവകരം കുറുകിപ്പോകാതെ ഇന്നും നാഥാ ഞങ്ങൾക്ക് വേണ്ടി
ആമേൻ വെളിപ്പെടുന്ന ആ ദൈവ സാന്നിധ്യത്തെ ഓർത്ത്, ദൈവ കരത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ കർത്താവേ സ്തോത്രം, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവ കരം വെളിപ്പെടണമേ. സമാധാനവും സന്തോഷവും സകല നന്മകളും ആദരവുകളും നൽകി ആമേൻ സ്തോത്രം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ ശബ്ദം ശ്രവിക്കുന്ന ആമേൻ എല്ലാ ദൈവക്കുഞ്ഞുങ്ങളുടെയും ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ഏകാന്തതയുടെ അനുഭവങ്ങൾ, വാർദ്ധക്യ ബലഹീനതകൾ, കർത്താവേ സ്തോത്രം, ഒരു രോഗസൗഖ്യത്തിനായി, ആമേൻ കടഭാരങ്ങളിൽ നിന്ന് വിടുതലിനായി, കർത്താവേ സ്തോത്രം, ആമേൻ തലമുറകളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം ഓർക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരും. മകച്ചമങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേയും. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.